മയിൽ പഞ്ചായത്തിലെ 3-ാം വാർഡായ കോടയാട് നെറ്റ്യാറമ്പ് കലുങ്കടവ് എന്ന സ്ഥലത്ത് പുഴയോരത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ ഹോട്ടലിലെ ഭക്ഷണ വേസ്റ്റും പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും കൂട്ടിയിട്ടതായി കത്തിച്ച നിലയിലും കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഹോട്ടലിന് പിറകിലുള്ള വീടുകളിലെ കിണറ്റിലെ വെള്ളം മലിനമായതായി കണ്ടെത്തി. കിണറ്റിൽ നിന്ന് ചില ദിവസങ്ങളിൽ രൂക്ഷഗന്ധമാണ് വമിക്കുന്നതെന്ന് വീട്ടുകാർ അഭിപ്രായപ്പെട്ടു. ഹോട്ടലിലെ ശൗചാലയത്തിൽ നിന്നുള്ള മലിനജലമാണോ എന്ന് സംശയമുണ്ടെന്നും വീട്ടുകാർ മയിൽ വാർത്തയോട് പ്രതികരിച്ചു. ഞാൻ ചാക്ക് പത്തിയിട്ട് കൊത്തി നോക്കി അതിന്റെ ചാക്കറക്കത്തിട്ട് നമ്മളിതിനെ നമ്മൾ വിടൂല. ഇന്ന് ചെക്കാട്ട് സൂൺ ഹോട്ടലിന് സമീപമുള്ള സുജാതയുടെ വീട്ടിലാണ് നമുക്കുള്ളത്. ഇവിടുത്തെ വീട്ടിൻ്റെ കിണർ തൊട്ടടുത്തുള്ള സൂൺ ഹോട്ടലിൽ മലിനജലം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് മലിനമായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് മോഹൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇത് എൻ്റെ സഹോദരി സുജാതയുടെ വീടിൻ്റെ കിണറാണ് സമീപത്തുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ ഈ കിണറിലേക്ക് ഇങ്ങനെ മാലിന്യം വരുന്നതായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ഞങ്ങളൊന്ന് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യുകയും ചെയ്തു. വീണ്ടും അതേ അവസ്ഥയിൽ വരുന്നപ്പോൾ ഹോട്ടലോട് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളെ മലിനജലമാണ് ഇതിലേക്ക് വരുന്നതെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അയാൾക്കത് ബോധ്യമാവുകയും നമ്മളെന്താ ചെയ്യാമെന്നാണ് പിന്നെ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളാണ് ചെയ്തു തരേണ്ടത്, അത് ഒഴിവാക്കുക ഇവിടുന്ന്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു 6 മാസം കൊണ്ട് ഈ ടാങ്ക് ഇവിടുന്ന് അങ്ങോട്ടും വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമെല്ലാം ചെയ്തു തരാം, അതുവരെ കുടിവെള്ളത്തിന് ഒരു ബോർവെല്ല് നമുക്ക് കുടിക്കാം സഹകരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഞങ്ങളും പ്രവീണാണ് കിണറിൻ്റെ പൈസയ്ക്ക് കൊടുത്തിരുന്നത്. പക്ഷേ 2 ടാങ്ക് മാറ്റുകയും പൈപ്പും വാൾവൊക്കെ ആയിട്ട് ഞങ്ങൾക്കും അന്നൊരു പൈസ ചിലവുണ്ട്, 10-20,000 ഞങ്ങൾക്കും ചിലവുണ്ട് അന്ന്. അപ്പോൾ എന്നാലും 6 മാസം കൊണ്ട് ഇത് തീരുമല്ലോ എന്ന് കരുതിയിരുന്നു. 6 മാസം പോയിട്ട് ഇപ്പോൾ 2 കൊല്ലവും 3 മാസമായി. ഫെബ്രുവരി മുതൽ 26 മെയ് ആയല്ലോ ഇപ്പോൾ. ഇതുവരെയും ഒരു പഞ്ചായത്തിൽ 2 പ്രാവശ്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തുകാർ അവരോട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതായിട്ട് മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇന്നലെ മഴവെള്ളം റീചാർജ് ചെയ്യുന്ന വെള്ളം കിണറിൽ വീഴുമ്പോൾ ഇങ്ങനെ സ്മെല്ലിങ്ങനെ മേലോട്ട് അടിച്ച് കയറി വരികയാണ്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ട് എൻ്റെ സഹോദരിക്ക്. അത് എത്രയും വേഗത്തിൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് പഞ്ചായത്തുകാർ ഒന്ന് ഏർപ്പാട് ചെയ്യണം. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? പഞ്ചായത്ത് അവർക്ക് മെമ്മോ കൊടുത്തിട്ടുണ്ട്, ഉടനെ അതിൽ പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ അതൊന്നും ഇയാൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു നേച്ചറെല്ലാം തോന്നുന്നു അത് അംഗീകരിക്കാൻ. അവർ പലതും ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഇതിന് വാട്ടർ പ്യൂരിഫയർ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടൊന്നും ഞങ്ങളെ പ്രയാസം തീരില്ല. ഈ ടാങ്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന്, ഇനി മഴ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വരുമല്ലോ. അപ്പോൾ പഞ്ചായത്തുകാർക്ക് എന്താണെന്ന് ചെയ്യിക്കാൻ കഴിയാത്തതെന്ന് അറിയില്ല. എപ്പോഴാണ് തുടങ്ങിയത്, ശ്രദ്ധയിൽപ്പെട്ടത്? 2024 ഫെബ്രുവരി മാസം മുതൽ. എന്നിട്ടാണ് ആ മാസം തന്നെയാണ് കിണർ കുഴിച്ചത്, ബോർവെല്ലടിച്ചത്. ഓക്കെ. ഇന്ന് പഞ്ചായത്തിൽ ഇതിനെ തുടർന്ന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവർ എന്താണ് ഇതിലുള്ള നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പിന്നീട്